ജനനായക ചീഫ് മിനിസ്റ്റർ ജോസഫ് വിജയ് അത് കാണുമ്പോണ്ടായ ഫീല്. ഫൈനലി നമ്മ കാത്തിരുന്ന വിജയുടെ ലാസ്റ്റത്തെ പടം, സോറി, ചീഫ് മിനിസ്റ്റർ ജോസഫ് വിജയ് സാറിന്റെ അവസാനത്തെ മൂവി. പടത്തിൽ ഏറ്റവും ആദ്യം ഞാൻ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാൻ പോകുന്നത് അതിൽ VFX വർക്ക് ചെയ്തവർക്കാണ്. പക്കാന്ന് പറഞ്ഞാല് വേറെ ലെവലിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. അത് നിങ്ങൾ പടം കണ്ട എക്സ്പീരിയൻസ് ആക്കി തന്നെ മനസ്സിലാവും. എനിക്ക് അതിലൊരു നെഗറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല, കാരണം അത്ര പെർഫെക്റ്റ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്, നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ എഡിറ്റിംഗ് പക്ക, ശരിക്കും ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. നെക്സ്റ്റ്, നമ്മളുടെ എല്ലാം സ്വന്തം തലപതി വിജയ് സാറിന്റെ ആക്ടിങ് ആൻഡ് പെർഫോമൻസ് അത് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരു സ്വാഗാണ് ശരിക്കും. വിജയുടെ മൂവി ഞാൻ കാണാൻ പോകുന്നുണ്ടെങ്കിൽ അത് സ്റ്റോറി നോക്കിയിട്ടോ ഒന്നുമല്ല, ജസ്റ്റ് വിജയിന്റെ സ്വാഗ്, നമ്മുടെ തളപതിന്റെ ആ അഴിഞ്ഞാട്ടം, ആ ഒരു സ്ക്രീനിൽ അയാൾ സ്ക്രീനിൽ കാണുന്നതിന് ഒരു പ്രത്യേക ഭംഗിയാണ്. അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. പിന്നെ സ്റ്റോറി ലൈൻ നോക്കുകയാണെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോറി ആണോ എന്ന് വെച്ചാൽ ആണ്. ബട്ട് ഫസ്റ്റ് ഹാഫിനെ വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് ഹാഫ് എനിക്ക് അത്രക്ക് സ്റ്റോറിയിൽ വലിയ ഫീൽ വന്നു. പുള്ളീനെ എല്ലാവരും രക്ഷകൻ എന്ന് പറഞ്ഞ് കളിയാക്കുമായിരുന്നെങ്കിലും ഇപ്പൊ ശരിക്കും ആള് രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് തമിഴ്നാടിനെ. നമുക്കറിയാവുന്ന പോലെ തന്നെ പുള്ളി പറഞ്ഞ പല കാര്യങ്ങളാണ് ഈ മൂവി കാണിച്ചിരിക്കുന്നത്. അതൊക്കെ മൂവി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പലർക്കിട്ടും നല്ല കൊട്ടു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന സംഭവം ചീഫ് മിനിസ്റ്റർ ജോസഫ് വിജയ്. അത് കാണുമ്പോണ്ടായ ഫീല് അത് വേറെ തന്നെ. പിന്നെ പടത്തിന്റെ കുറ്റവും കുറവും എല്ലാം നിരീക്ഷിച്ച് പറയാനായിട്ട് ഞാൻ അത്ര പടത്തിന്റെ ബുജിയൊന്നുമല്ല. ഞാൻ കണ്ടിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഇനിയും ഇതേപോലുള്ള വീഡിയോസ് വരുന്നതായിരിക്കും. ഞാൻ സ്ഥിരമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് യൂട്യൂബിൽ വീഡിയോ ഇടാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.